വേദിയിൽ ജനാബ് ഹസൻ മനാനി ബാഫി കായംകുളം ഹസനിയയിൽ നിന്നും 6 വർഷത്തെ പഠനത്തിന് ശേഷം മന്നാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടുകയും വെല്ലൂർ ബാഖിയാത്ത് സാലിയാത്തിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്ത വ്യക്തിത്വമാണ് ജനാബ് ഹസൻ മനാനി ബാഫി. പ്രശസ്തമായ മന്നാനിയ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ബോർഡ് അംഗം ജനാബ് അബ്ദുസ്സലാം മൗലവിയുടെ മകൻ കൂടിയാണെന്ന് സാന്ദർഭികമായി അറിയിക്കുക. ഹുസൈൻ മനാനി ബാഫിയെ സഹർഷം സ്വാഗതം ചെയ്യും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ബഹുമാനികളെ, വളരെ കാലമായി പഠിച്ച സത്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുകയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് കിട്ടിയ അവസരങ്ങളിൽ പറയുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് മുദ്രകുത്തപ്പെട്ടവരും സുന്നികളെന്ന് വാദിക്കുന്നവരുമായ വിഭാഗം എന്നെ മുജാഹിദാക്കി. സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം എന്നെ മുജാഹിദാക്കിയപ്പോൾ ഞാൻ മുജാഹിദ് ആയിരുന്നില്ല. അത് മുജാഹിദ് എന്താണെന്ന് പഠിക്കുവാൻ എനിക്ക് അവസരമുണ്ടാക്കി. അങ്ങനെ 6 കൊല്ലക്കാലം കായംകുളം ജാമിയ ഹസനിയയിൽ പഠനം നടത്തുകയും അതിനുശേഷം വർക്കലയിലെ ദക്ഷിണ സുന്നികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാമിയ മന്നാനിയിലെ 2 കൊല്ല പഠനത്തിൽ മന്നാനി ഡിഗ്രി കരസ്ഥമാക്കുകയും ശേഷം വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നും ഫാദിൽ ബാഖവി ബിരുദം നേടുകയും ചെയ്ത ഞാൻ ലഖ്നൌവിലെ ജാമിയ നദിവിയ എന്ന സ്ഥാപനത്തിൽ എത്തുകയും 2 കൊല്ലക്കാലം അവിടെ പഠിക്കുകയും നദിവി ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്തു. അങ്ങനെ നദിവയിൽ നിന്നും പുറത്തു വരുമ്പോഴാണ് സമൂഹം എന്നെ മുജാഹിദാക്കുന്നത്. അങ്ങനെ ഞാൻ മുജാഹിദിനെ കുറിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വീണ്ടും ചില സത്യങ്ങൾ ബോധ്യപ്പെടുന്നു. നദുവയിൽ നിന്നും ഇവിടെ എത്തിയ 1 കൊല്ലക്കാലം വടകരയിലെ തബ്ലീഗുകാർ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറബി കോളേജിൽ 1 കൊല്ലക്കാലം ഞാൻ മുദരിസായി ജോലി നോക്കുകയുണ്ടായി. ആ 1 കൊല്ലക്കാലം ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ എന്റെ വിദ്യാർത്ഥികളോടും എനിക്ക് ബന്ധപ്പെട്ട ആൾക്കാരോടും ഞാൻ പറയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു പിന്തിരിപ്പനായി. ശേഷം എനിക്ക് അവിടെ ജോലി തുടരുവാൻ സാധിച്ചില്ല. അതിനുശേഷം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കള്ളോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള സുന്നികൾ, ദക്ഷിണ സുന്നികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മഹല്ലിൽ ഞാൻ ഹത്തീബായി ജോലി നോക്കുന്നു. 4 മാസക്കാലത്തെ അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ പ്രവർത്തനത്തിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന തറ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ സമൂഹത്തിനോട് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ മുജാഹിദാക്കി. വീണ്ടും അത് മുജാഹിദിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് ഒരു അവസരമാകുകയുണ്ടായി. 4 മാസത്തെ പ്രവർത്തനത്തിന് ശേഷം എന്നെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഒരു കുത്തുബിയത്തിന് പങ്കെടുക്കാത്തതിന്റെ പേരിലായിരുന്നു അത്തരത്തിലുള്ള ഒരു തീരുമാനം മഹല്ല് കമ്മിറ്റി എടുത്തത്. ശേഷം 2 മാസക്കാലം ജോലിയില്ലാതെ എനിക്ക് കഴിയേണ്ടി വന്നു. അതിനുശേഷം
തൃശൂർ ഡിസ്ട്രിക്റ്റിലെ കരുവന്നൂർ എന്ന് പറയുന്ന ബോർഡിംഗ് മദ്രസയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ആ മദ്രസയിൽ സദർ മുഅല്ലിമായി ഞാൻ ജോലി കേൾക്കുകയുണ്ടായി. സമൂഹവുമായി കൂടുതൽ ബന്ധപ്പെടേണ്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് 2 കൊല്ലക്കാലം ഞാൻ അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് വസ്തുത. ഈ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. എന്തുകൊണ്ട് ഞാൻ അത് പഠിക്കുവാൻ തുനിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു മുജാഹിദ് ആയിരുന്നു. അന്ന് ഞാൻ യഥാർത്ഥത്തിൽ മുജാഹിദ് ആയിരുന്നില്ല. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വേണ്ട വിധത്തിൽ പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് 1924 മുതൽ അതിന്റെ ക്രമം അഷ്ടാന്തം ഈ കൊച്ചു കേരളത്തിൽ തുടരുന്നുണ്ട്. ആ ശബ്ദം ഇന്ന് എന്റെ ചെവിയിലും എത്തിയിരിക്കുന്നു. ഇത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. സമൂഹത്തോട് അത് തുറന്നു പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നുള്ള വസ്തുതകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരുവന്നൂർ ദാറുസ്സലാം ബോർഡിംഗ് മദ്രസയിലെ ജോലി തൽക്കാലം ഞാൻ ഒഴിയുകയും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും കൂടുതൽ ആ പ്രവർത്തന രംഗത്ത് നിലകൊള്ളുവാനും വേണ്ടി ഞാൻ തുനിയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 2 മാസക്കാലം എനിക്ക് ജോലി വിട്ടു നിൽക്കേണ്ടി വന്നു. ശേഷം മുജാഹിദ് പ്രസ്ഥാനം എന്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അത് മനസ്സിലായപ്പോൾ, എനിക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ ഞാൻ അവസരങ്ങൾ വിനിയോഗിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കി തരികയാണ് ചെയ്തത്. തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സലഫി സെന്ററിൽ ഞാൻ അഫ്ദലുൽ ഉലമയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി ഈ രംഗത്തുള്ള സേവനത്തിന് ഞാൻ തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്തുകൊണ്ട്? ഓതുന്ന കാലം മുതൽ എന്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്ന ഒത്തിരി സംശയങ്ങൾക്കും ഒത്തിരി ഊഹാപോഹങ്ങൾക്കും മറുപടിയായി മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാൻ വരവേൽക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഇന്ന് എന്റെ മനസ്സിൽ സംശയങ്ങളില്ല, ഇന്ന് എന്റെ മനസ്സിൽ ശക്കുകളില്ല. മുജാഹിദ് പ്രസ്ഥാനം വിളംബരം ചെയ്യുന്ന ആശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വിളംബരം ചെയ്ത ആശയങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ സുന്നി പ്രസ്ഥാനങ്ങളും ആ സുന്നി പ്രസ്ഥാനങ്ങളുടെ ലേബലുകളിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ ഇവിടെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഹിജ്റ 300 ശേഷം ഉടലെടുത്ത ബിദഈ പ്രസ്ഥാനങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഷിയ പോലെ മുഅ്തസില പോലെയുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിദഈ ആശയങ്ങളാണ് ഇവിടുത്തെ സുന്നി പ്രസ്ഥാനങ്ങൾ, ആധുനിക ഖുറാഫികൾ ഒക്കെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ആധുനിക ഖുറാഫികൾ? ജമാഅത്തെ ഇസ്ലാമി. ഇനിൽ ഹുക്കുമും ഇല്ലാ ലില്ലാഹ്, അധികാരമില്ലാതെ മതമില്ല, ഇസ്ലാമില്ല എന്ന് പഠിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിനോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമല്ല, മറിച്ച് അവർ ഈ സമൂഹത്തിനോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിയായിസമാണ്, അല്ലെങ്കിൽ മുഅ്തസിലിയായിസമാണ്. ഇത്തരത്തിലുള്ള ബിദഈ ആശയങ്ങളാണ്. എന്തുകൊണ്ട്? അവർ തൗഹീദിനും വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തുകൾക്കും പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രവർത്തന അജണ്ട ഉണ്ടാക്കി പ്രവർത്തിക്കുന്നില്ല. സമൂഹത്തെ കൊണ്ട് വൃഥ പണിയെടുപ്പിക്കുന്നു. കൊക്കോകോളയുടെ പേരിലും ഹൈവേയുടെ പേരിലും അങ്ങനെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പേരിലും അവർ ഈ സമൂഹത്തെ കൊണ്ട് കൂലിയില്ലാത്ത പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. മനുഷ്യരെല്ലാവരും പരാജയത്തിലാണ്. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴികെ, സത്യം കൊണ്ട് ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ.
ഇവിടെ ഒരു വിശ്വാസിക്ക് നാളെ പരലോകത്ത് പാരത്രികമായ ലോകത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. സത്യത്തിൽ വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സത്യത്തിൽ വിശ്വസിച്ചവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല, പരലോകത്ത് അവന് പ്രതിഫലം ലഭിക്കുന്നില്ല. സത്യത്തിൽ വിശ്വാസിക്കാത്തവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, പരലോകത്തിൽ അവൻ യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. സത്യത്തിൽ വിശ്വസിക്കണം, അതുപോലെ സൽക്കർമ്മങ്ങൾ, ആ സത്യം അനുശാസിക്കുന്ന സത്യത്തിന്റെ തേട്ടമനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അപ്പോൾ മാത്രമേ ഈ ഭൗതിക ലോകത്തും അവന്റെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നുള്ളൂ, പാരത്രിക ലോകത്തും അതിനവന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞതെന്താണ്? വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങയ്ക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം അറിയിച്ച ആഹ്വാനം, സന്ദേശം എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക ലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിനോട് നീ പങ്കുവെക്കുകയാണെങ്കിൽ, അവനോട് ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും ചീട്ടുകുട്ടാരം പോലെ തകർന്നു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. പ്രതിഫലം ആഗ്രഹിക്കപ്പെടാൻ സാധിക്കുന്നതല്ല. മാത്രമോ വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും നീ ആയിത്തീരുക. കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും ലഭിച്ചിട്ടുള്ള സന്ദേശം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശം, ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ള സന്ദേശം, ശിർക്കില്ലാത്ത, പങ്കുകാരില്ലാത്ത, വളരെ പച്ചയായ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ ഭൗതിക ലോകത്തിൽ പ്രവാചകന്റെ തിരുസുന്നത്തുകൾക്ക് അടിസ്ഥാനപരമായ ഒരു ജീവിതം കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് ഭൗതികമായ വിജയങ്ങളും പാരത്രികമായ വിജയങ്ങളും അവന് ലഭിക്കുന്നത് എന്ന വസ്തുതയാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കാത്ത ഏത് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ട സമൂഹവുമാകട്ടെ, ആ സമൂഹത്തിന് ഈ ഭൗതിക ലോകത്തും വിജയമില്ല, നാളെ പാരത്രിക ലോകത്തും വിജയമില്ല. കൂലിയില്ലാത്ത, പ്രതിഫലം ആഗ്രഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ആധുനിക ഖുറാഫികൾ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. 2 കൊല്ലക്കാലം അവർക്ക് സ്വാധീനമുള്ള ദാറുസ്സലാമിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് അവരെ അടുത്തറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിൽ അവർ തിരുസുന്നത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എന്റെ അറിവിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നമസ്കാരങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, സഹാബത്ത് പഠിപ്പിക്കുമ്പോൾ, താബീഈങ്ങളും തബഉ താബീഈങ്ങളും പഠിപ്പിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കാത്ത, അമലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തിരുസുന്നത്തിന് പ്രാധാന്യം നൽകാത്ത ഒരു പ്രവർത്തനത്തിന് എങ്ങനെയാണ് ഇസ്ലാമിക ലേബലൊട്ടിക്കുക എന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ മുജാഹിദായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സുഹൃത്തുക്കളും മുജാഹിദായി എന്ന ചോദ്യത്തിന് അതിന്റെ മറ്റൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അത് എന്തെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾ മുജാഹിദ് ആകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ മുജാഹിദ് ആകുന്നില്ല? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, കലർപ്പില്ലാത്ത വിശ്വാസമായിരിക്കണം, ശിർക്കുകളുടെ അകമ്പടിയില്ലാത്ത വിശ്വാസമായിരിക്കണം, തികഞ്ഞ വിശ്വാസമായിരിക്കണം. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുക, ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകന്റെ തിരുചര്യയിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഈ ഖുർആനും തിരുസുന്നത്തും പ്രവാചകന്റെ റിസാലത്തിന്റെ നാവുകളിൽ നിന്ന് കേട്ട് പഠിക്കുകയും കണ്ട് മനസ്സിലാക്കുകയും അങ്ങനെ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തരികയും ചെയ്ത സഹാബത്തിന്റെ മാതൃക ഉൾക്കൊള്ളുക, സഹാബത്തിനെ നാം മാതൃകയാക്കുക.